പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് വേദിയാകുമെന്ന് കരുതിയെങ്കിലും അവസാന നിമിഷം ഇറാൻ പിന്മാറിയതോടെ കാര്യങ്ങൾ അതീവ ഗുരുതരമായിരിക്കുകയാണ്. ഇത് വെറുമൊരു നയതന്ത്ര പരാജയമല്ല, മറിച്ച് ലോകം ഇതുവരെ കാണാത്ത ഒരു വലിയ സ്ഫോടനത്തിന്റെ മുന്നോടിയാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. സമാധാനത്തിന്റെ അവസാനത്തെ നൂലിഴയും പൊട്ടിപ്പോകുമ്പോൾ തോക്കുകൾക്ക് വിശ്രമം നൽകിയ ആ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ ചോരപ്പുഴയ്ക്ക് വഴിമാറുകയാണോ? പശ്ചിമേഷ്യയിൽ വീണ്ടും ആയുധങ്ങൾ ഗർജിക്കുമോ? അതോ നയതന്ത്രത്തിന്റെ ലോകത്ത് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ? ആഗോള ഊർജ്ജ വിപണിയും സുരക്ഷാ സംവിധാനങ്ങളും ഒരുപോലെ വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ലോകം ഇന്ന് കാണുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടക്കേണ്ടിയിരുന്ന രണ്ടാം ഘട്ട സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ ഏകപക്ഷീയമായി പിന്മാറിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. അടുത്ത ഘട്ട ചർച്ചകൾക്കായി ഞങ്ങൾക്ക് പദ്ധതികളൊന്നുമില്ല, ഈ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കിയത് ലോകത്തെ അമ്പരപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റമാണ് തങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചതെന്നാണ് ഇറാന്റെ ആരോപണം. തങ്ങളുടെ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധവും അടുത്തിടെ നടന്ന വ്യാപാര കപ്പൽ പിടിച്ചെടുക്കലും വെടിനിർത്തലിന്റെ ലംഘനമാണെന്ന് ഇറാൻ വാദിക്കുന്നു. കടൽ കൊള്ള എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഈ സമ്മർദ്ദത്തിന് കീഴിൽ ചർച്ചയ്ക്ക് തങ്ങളില്ലെന്നാണ് ടെഹ്റാന്റെ പ്രഖ്യാപനം. ഇറാന്റെ ഈ നിലപാടിനോട് അങ്ങേയറ്റം രൂക്ഷമായാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. PBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം തന്റെ ക്ഷമ നശിച്ചതായി വ്യക്തമാക്കുന്നുണ്ട്. സമാധാന ചർച്ചകളിൽ ഇറാൻ ഉണ്ടാകേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം വാദിക്കുന്നു. താൽക്കാലിക വെടിനിർത്തലിനോടുള്ള തന്റെ താൽപര്യം അവസാനിച്ചുവെന്ന് വ്യക്തമാക്കിയ ട്രംപ് ലോകത്തെ നടുക്കുന്ന ആ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. സമാധാന കരാറില്ലാതെ വെടിനിർത്തൽ അവസാനിച്ചാൽ ധാരാളം ബോംബുകൾ ഇനിയും പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. വെടിനിർത്തൽ കാലാവധി നീട്ടാൻ താൻ തയ്യാറല്ലെന്നും അതിന്റെ സാധ്യത വളരെ കുറവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇറാൻ ഹോർമോസ് കടലിടുക്കിനെ ആയുധവൽക്കരിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണവും ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. ഈ യുദ്ധം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നുകൂടിയാണ്. ആഗോള ഊർജ്ജ വിപണികൾ സ്തംഭിച്ചതോടെ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ടെലികോം സംവിധാനങ്ങൾ പോലും അടച്ചുപൂട്ടേണ്ടി വരുന്ന സാഹചര്യം ഈ യുദ്ധത്തിന്റെ ഭീകരത വിളിച്ചോതുന്നുണ്ട്. ഇസ്ലാമാബാദിൽ നടന്ന ഒന്നാം ഘട്ട ചർച്ചകൾ ഫലം കാണാത്ത സാഹചര്യത്തിൽ രണ്ടാം ഘട്ടവും മുടങ്ങിയതോടെ ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകൾ തകർച്ചയുടെ വക്കിലാണ്. ഊർജ്ജത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് ലോകം. വെടിനിർത്തൽ അവസാനിക്കുന്ന സമയത്തെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാത്രിയോടെ വെടിനിർത്തലിന്റെ സാങ്കേതിക കാലാവധി അവസാനിക്കുമെന്നാണ് ഇറാൻ കരുതുന്നത്. എന്നാൽ ബുധനാഴ്ച വൈകുന്നേരം അമേരിക്കയിൽ അവസാനിക്കുന്ന സമയമാണ് വൈറ്റ് ഹൌസ് കണക്കാക്കുന്നത്. അതായത് ലോകത്തിനു മുന്നിൽ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്തിനുള്ളിൽ ഒരു കരാർ ഉണ്ടായില്ലെങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു യുദ്ധകാലത്തിലേക്ക് പശ്ചിമേഷ്യ വീണ്ടും ഉണരും. അമേരിക്കൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് തിരിക്കാൻ ഒരുങ്ങുമ്പോഴും ഇറാൻ വാതിൽ കൊട്ടിയടച്ചതോടെ സമാധാനം എന്നത് വെറുമൊരു വിദൂര സ്വപ്നമായി മാറുകയാണ്. നയതന്ത്രത്തിന്റെ പാതയിൽ ഇറാൻ കടുത്ത സംശയം പ്രകടിപ്പിക്കുകയും ട്രംപ് യുദ്ധകാഹളം മുഴക്കുകയും ചെയ്യുമ്പോൾ ലോകമൊരു മഹാദുരന്തത്തിലേക്കും ഉറ്റുനോക്കുകയാണ്. ഇസ്ലാമാബാദ് കരാർ പരാജയപ്പെട്ടാൽ അത് വെറുമൊരു സൈനിക നീക്കമായിരിക്കില്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും. അഹങ്കാരവും ആയുധബലവും ഏറ്റുമുട്ടുമ്പോൾ ബലിയാടാകുന്നത് സാധാരണക്കാരായ ജനങ്ങളും ആഗോള സുരക്ഷയുമാണ്. ആകാശം മിസൈലുകൾ കൊണ്ട് നിറയുമോ അതോ അവസാന നിമിഷം വിവേകം ഉദിക്കുമോ? ട്രംപിന്റെ ആ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിക്കാൻ ഇനി അധികം സമയമില്ല. ലോകചരിത്രം വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ സമാധാനത്തിന് ഇനി ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അത് വെടിനിർത്തൽ കരാർ മാത്രമാണ്.